നമസ്കാരം, എല്ലാവർക്കും VH സ്റ്റുഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോട്ടോഗ്രാഫി ബേസിക്സ് എന്ന വീഡിയോ സീരീസിൻ്റെ 3ാം ഭാഗമാണിത്. ഒന്നാമത്തെ രണ്ടാമത്തെ ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതാവും നല്ലത്. ഈ 2 ഭാഗങ്ങളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇൻട്രോ വീഡിയോയ്ക്ക് ശേഷം മെയിൻ വീഡിയോയിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ക്യാമറ സീനിലെ ലൈറ്റിനെ എങ്ങനെ അളക്കുന്നു എന്നുള്ളതും ക്യാമറയിൽ ഏതൊക്കെ സെറ്റിങ്ങുകൾ മാറ്റി നമുക്ക് ആ എക്സ്പോഷർ നമുക്ക് വേണ്ട രീതിയിൽ എത്തിക്കാമെന്നുള്ളതിനെ പറ്റിയാണ്. അപ്പം അതിൽ മാറ്റാവുന്ന 3 കാര്യങ്ങൾ അപ്പാർച്ചർ, ഷട്ടർ, ISO. ഇനി ഈ 3 കാര്യങ്ങൾ ക്യാമറ മാറ്റുമോ അതോ നമ്മൾ മാറ്റണോ എന്ന് തീരുമാനിക്കുന്നത് ക്യാമറ ഏത് ഓപ്പറേറ്റിംഗ് മോഡിൽ ആയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ക്യാമറയുടെ ഓപ്പറേറ്റിംഗ് മോഡുകളെ മുഖ്യമായി നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഓട്ടോ അഥവാ ഫുള്ളി ഓട്ടോമാറ്റിക് മോഡ്, രണ്ടാമത്തത് പലതരം മോഡുകൾ ചേർന്ന ഒരു ഗ്രൂപ്പാണ്, അതിനെ നമ്മൾ സെമി ഓട്ടോമാറ്റിക് മോഡുകൾ എന്ന് വിളിക്കാം. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഫുള്ളി മാനുവൽ മോഡ്. ഓട്ടോമാറ്റിക് മോഡിൽ സീനിലെ ലൈറ്റ് ക്യാമറ അളന്നത് പ്രകാരം ആ സിറ്റുവേഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് ക്യാമറയ്ക്ക് തോന്നുന്ന രീതിയിൽ ISOയും അപ്പാർച്ചറും ഷട്ടറും ക്യാമറ തന്നെ തീരുമാനിക്കുന്നു. അതിൽ ഫോട്ടോഗ്രാഫർക്ക് ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. ഈ 3 പാരാമീറ്ററും ക്യാമറ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ദോഷവശം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ക്യാമറയുടെ കണക്കുകൂട്ടലുകൾ ശരിയാവണമെന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ പിന്നീട് പറയുന്നതാണ്. ക്യാമറയുടെ മീറ്ററിംഗ് മോഡിലേക്ക് വരുമ്പോൾ നമ്മളതിനെ വിശദമായിട്ട് പറയുന്നതാണ്. എന്തുകൊണ്ട് ക്യാമറയ്ക്ക് ഈ കാര്യത്തിൽ തെറ്റ് പറ്റാമെന്നുള്ളത് നമ്മൾ ആ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി വരുന്നത് സെമി ഓട്ടോമാറ്റിക് മോഡുകൾ. സെമി ഓട്ടോമാറ്റിക് മോഡ് എന്ന് വെച്ചാൽ ഒന്നോ അതിലധികമോ പാരാമീറ്ററുകൾ ക്യാമറ തന്നെ തീരുമാനിക്കുന്ന സിറ്റുവേഷനെയാണ്, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ സെമി ഓട്ടോമാറ്റിക് മോഡെന്ന് പറയുന്നത്. അത് മെയിനായിട്ട് മൂന്നെണ്ണമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ചില ക്യാമറകളിൽ അഡീഷണൽ മോഡ്സ് ഉണ്ട്. പക്ഷേ പൊതുവിൽ എല്ലാ ക്യാമറയിലും കാണുന്ന 3 മോഡ്സാണുള്ളത്. ഒന്ന് അപ്പർച്ചർ പ്രയോറിറ്റി, രണ്ടാമത്തെ ഷട്ടർ പ്രയോറിറ്റി, മൂന്നാമത് മാനുവൽ മോഡ് വിത്ത് ഓട്ടോ ISO. ഇനി അപ്പർച്ചർ പ്രയോറിറ്റി മോഡിലും ഷട്ടർ പ്രയോറിറ്റി മോഡിലും നമുക്ക് ISO വേണമെങ്കിൽ മാനുവലും ആക്കാം, ഓട്ടോയും ആക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് മോഡിലും സെമി ഓട്ടോമാറ്റിക് മോഡിലും ക്യാമറയുടെ മീറ്ററിങ് മോഡ് ആ സിറ്റുവേഷനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ക്യാമറ അതിൻ്റെ സെറ്റിങ്ങിനെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീറ്ററിംഗ് മോഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ആ മീറ്ററിംഗ് മോഡ്സിനെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. എന്തായാലും ഇത് മനസ്സിലാക്കി വെക്കുക. ആ മീറ്ററിംഗ് മോഡ്സും ഈ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പർച്ചർ പ്രയോറിറ്റി മോഡെന്ന് വെച്ചാൽ നമ്മൾ യൂസർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ അവർക്ക് വേണ്ട അപ്പർച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ക്യാമറ എക്സ്പോഷർ മീറ്ററിൽ അളന്ന ലൈറ്റ് പ്രകാരം അതിൻ്റെ ഷട്ടർ സ്പീഡിനെ മാറ്റുന്നു. അതേസമയം ISOയും ഓട്ടോയിലാണ് ഇട്ടേക്കുന്നതെങ്കിൽ നമുക്ക് ഷട്ടർ സ്പീഡും ISOയും ക്യാമറ മാറ്റുന്നു. ഇനി ഷട്ടർ പ്രയോറിറ്റി മോഡിൽ ഫോട്ടോഗ്രാഫർ അവർക്ക് വേണ്ടുന്ന ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യും. ക്യാമറ അളന്ന വെളിച്ച പ്രകാരം മറ്റ് 2 പാരാമീറ്ററിനെ, അതായത് അപ്പർച്ചറിനെയും ഇനി ISO ഓട്ടോ മോഡിലാണെങ്കിൽ ISOനെ വേരി ചെയ്തിട്ട് ക്യാമറയ്ക്കുള്ളിൽ എക്സ്പോഷർ സെറ്റ് ചെയ്യും. ഇനി മാനുവൽ മോഡ് വിത്ത് ഓട്ടോ ISOയിൽ ഫോട്ടോഗ്രാഫർ അപ്പാർച്ചറും ഷട്ടർ സ്പീഡും അവർക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യും. ക്യാമറ അവിടെ മാറ്റുന്നത് ISOയെ മാത്രമേ മാറ്റുള്ളൂ. ഫുള്ളി മാനുവൽ മോഡിൽ ഫോട്ടോഗ്രാഫർ തന്നെയാണ് അപ്പാർച്ചറും ഷട്ടറും ISOയും തീരുമാനിക്കുന്നത്. ക്യാമറയ്ക്ക് ഈ 3 പാരാമീറ്ററിനെയും ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ ഫുള്ളി മാനുവൽ മോഡിൽ നമ്മൾ കൊടുക്കുന്നില്ല. ഇനി നിങ്ങളൊരു എക്സ്പോഷർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ടാകും. അതായത് നമ്മൾ ഓട്ടോ മോഡിലോ സെമി ഓട്ടോ മോഡിലോ ആണെങ്കിൽ, അതായത് ക്യാമറയ്ക്ക് എന്തെങ്കിലും പാരാമീറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട് അതിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആപ്ലിക്കബിളായിട്ട് വരുന്നൊരു കാര്യമാണ് ഈ എക്സ്പോഷർ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ മീറ്ററിംഗ് മോഡിലിട്ടിട്ട് നമ്മളൊരു സീനിൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഇതിലേതെങ്കിലും ഒരു സെമി ഓട്ടോമാറ്റിക് മോഡിൽ നമ്മൾ ആ ഫോട്ടോ എടുക്കുന്നു. ക്യാമറ മനസ്സിലാക്കിയ വെളിച്ചത്തിനെക്കാട്ടിലും നമുക്ക് വേണ്ടുന്ന വെളിച്ചം കൂടുതലോ കുറവോ ആണെങ്കിൽ നമുക്ക് ഈ എക്സ്പോഷർ കോമ്പൻസേഷൻ ഡയൽ തിരിച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ പാരാമീറ്റർ ഒന്നും മാറ്റാതെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെടുക്കുന്ന ഫോട്ടോയുടെ വെളിച്ചം കുറവാണെങ്കിൽ എക്സ്പോഷർ കോമ്പൻസേഷൻ നമുക്ക് പ്ലസിലേക്ക് കൊണ്ടുവന്നിട്ട് വെളിച്ചം നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. എടുക്കുന്ന ഫോട്ടോയുടെ എക്സ്പോഷർ നമുക്ക് കൂടുതലാണെന്ന് തോന്നിയാൽ നമുക്ക് ഈ എക്സ്പോഷർ കോമ്പൻസേഷൻ ഡയൽ തിരിച്ചിട്ട്, അതായത് നെഗറ്റീവ് സൈഡിലേക്ക് തിരിച്ചിട്ട് നമുക്ക് ആ എക്സ്പോഷർ കറക്റ്റ് ചെയ്ത് അടുത്ത ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ കോമ്പൻസേറ്റ് ചെയ്യുന്നതോട് കണക്ക് കൂട്ടിയിട്ടാണ് ക്യാമറ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു സെമി ഓട്ടോമാറ്റിക് മോഡിൽ വേറെ
ഡയലുകളൊന്നും തിരിക്കുക. അത് എക്സ്പോഷർ കോമ്പൻസേഷൻ വെച്ച് തന്നെ നമുക്ക് വേണ്ടുന്ന ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് +3 മുതൽ -3 വരെ ആണ് സാധാരണ ക്യാമറയിൽ വരുന്ന റേഞ്ച്. നമുക്ക് അതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഫുള്ളി മാനുവൽ മോഡിൽ ഈ എക്സ്പോഷർ കോമ്പൻസേഷന് വലിയ റോളൊന്നുമില്ല. അതിന് ക്യാമറയുടെ പാരാമീറ്റർ ഒന്നും ആ അവസരത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ക്യാമറയിൽ സ്വന്തമായിട്ട് ഒരു പാരാമീറ്ററും ചേഞ്ച് ചെയ്യാനായിട്ടില്ല. ഫുള്ളി മാനുവൽ മോഡിൽ നമ്മളെല്ലാ പാരാമീറ്ററും ഫോട്ടോഗ്രാഫറുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പിന്നെ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന എക്സ്പോഷർ കോമ്പൻസേഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സെറ്റിങ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ എക്സ്പോസ് ആണെന്നോ ഓവർ എക്സ്പോസ് ആണെന്നോ ഒരു ഡയലും പ്രകാരം കാണിക്കാമെന്നുള്ളൂ. അതുകൊണ്ട് ഫുള്ളി മാനുവൽ മോഡ് ഉപയോഗിക്കുമ്പോൾ എക്സ്പോഷർ കോമ്പൻസേഷൻ വാല്യൂ ചിലർ എക്സിഫ് ഡീറ്റെയിൽസിൻ്റെ അകത്ത് എഴുതാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവരുപയോഗിച്ച ഡിസ്പ്ലേയിൽ കണ്ട കാര്യം അല്ലെങ്കിൽ അവിടെ ഇട്ട് ഡയലിൻ്റെ സെറ്റിങ് അവരതിൽ പറയുന്നു എന്നുള്ളതല്ലാതെ ആ എക്സ്പോഷർ കോമ്പൻസേഷൻ വാല്യൂവിൽ ആ ഫുള്ളി മാനുവൽ മോഡിൽ എഫക്റ്റ് ഒന്നുമില്ല. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സിൽ പറയുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.